സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാഗമറ്റം എഴുതിയ നോവൽ ചാവുകടൽ. രാത്രി. എമിലി ശൗര്യക്കുട്ടി വരാൻ കാത്ത് തിണ്ണയിലിരിപ്പാണ്. ആഞ്ചലോസ് പുൽപ്പായ വിരിച്ച് ചുമരും ചാരി തിണ്ണയിൽ തന്നെയുണ്ട്. ശൗര്യക്കുട്ടിയെപ്പറ്റി എന്തെങ്കിലും വിവരം കിട്ടുമോ എന്ന് തിരക്കിപ്പോയ ശാമുവേൽ തിരിച്ചെത്തി. ശാമുവേൽ സൈക്കിളിലാണ് പോയതും വന്നതും. ശൗര്യക്കുട്ടീനെ ആർത്തങ്കൽ സ്റ്റേഷനിൽ നിന്ന് വിട്ട് ശാമുവേൽ എമിലിയെ അറിയിച്ചു. എമിലിക്ക് അത് കേട്ടപ്പോൾ സമാധാനമായി. പക്ഷെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. എന്നതാ? ശൗര്യക്കുട്ടീനെ പോലീസുകാർ വിടുമ്പോൾ റോഡിലിട്ട് തല്ലിക്കൊല്ലാൻ വേണ്ടി കുറേ പേരെ നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട്? എമിലി എഴുന്നേറ്റു. ശൗരി കുരിശടി റോഡിലേട്ടിറങ്ങിയപ്പോൾ അവരെല്ലാം കൂടെ അവനെ വളഞ്ഞു. ശൗര്യക്കുട്ടിക്ക് എന്ത് പറ്റിയെന്ന് പറ. എമിലി ഭയാക്രാന്തിയായി. ശൗര്യക്കുട്ടിക്കല്ല പറ്റിയത്, ആൻ്റപ്പൻ്റെ ആളുകൾക്കാ. അവരുടെ കുറേ പേര് ആശുപത്രിയിലായി, കൈയൊടിഞ്ഞും കാലൊടിഞ്ഞുമൊക്കെ. എന്താ ഉണ്ടായതെന്ന് തെളിച്ചു പറ. ശാമുവൽ താൻ കണ്ടതും കേട്ടതുമായ എല്ലാ കാര്യങ്ങളും എമിലിയോട് വിശദീകരിച്ചു. അവസാനം ശൗര്യക്കുട്ടി കടലിലോട്ടിറങ്ങി. അന്നേരം ഒരു ബോട്ട് വന്ന് അത് ശൗര്യക്കുട്ടീനെ കയറ്റിക്കൊണ്ടുപോയി. ഇതൊക്കെ സത്യമാണോ? എമിലിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കെ പോലീസ് ജീപ്പ് എത്തി റോഡരികിൽ നിന്നു. ദാ പോലീസ് വന്നു. ശാമുവൽ തെല്ലു പേടിയോടെ പിറുപിറുത്തു. എസ് ഐ ജോൺസണും ഏതാനും പോലീസുകാരും കൂടി ആഞ്ചലോസിൻ്റെ വീട്ടുമുറ്റത്തേക്ക് വന്നു. ശൗര്യയുണ്ടോ ഇവിടെ? എസ് ഐ ചോദിച്ചു. ഇവിടെ എങ്ങനെ ഉണ്ടാവാനാ? നിങ്ങളുടെ അടുത്തോട്ട് അവൻ വന്നായിരുന്നല്ലോ. ഞങ്ങൾ അവനെ വൈകുന്നേരം വിട്ടയച്ചു. അവൻ ഇവിടെ ഉണ്ടോയെന്ന് അറിഞ്ഞാൽ മതി. ഇങ്ങോട്ട് വന്നില്ല. എന്നതാ പ്രശ്നം? അവൻ കുരിശടി റോഡിലിട്ട് കുറേ നാട്ടുകാരെ തല്ലി. അതിൽ ചിലരുടെ കൈയും കാലുമൊക്കെ ഒടിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പേരിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുക. അവനെ കസ്റ്റഡിയിൽ എടുക്കാനും പുതിയ കേസ് ചാർജ് ചെയ്യാനുമൊക്കെ വന്നതാ. സാറ് പറ്റുന്നിടത്തോളം ചെയ്യ് സാറേ. അവൻ ഇവിടെ തിരിച്ചു വന്നപ്പോൾ മുതൽ തുടങ്ങിയതാണല്ലോ പോലീസുകാരുടെ കസ്റ്റഡിയും ചോദ്യം ചെയ്യലും. സാറന്മാർ അവനെ അങ്ങോട്ട് ദത്തെടുത്ത് താമസിപ്പിച്ചാട്ടെ, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ്റെ ഒരു ബ്രാഞ്ച് ഇങ്ങോട്ട് തുടങ്ങിയാട്ടെ. നിങ്ങൾ ചോദിച്ചതിൻ്റെ മറുപടി പറ. ശൗരി ഇങ്ങോട്ട് വന്നില്ലേ? അവൻ ഒരു ബോട്ടിൽ കയറി പോകുന്നത് കണ്ടവരുണ്ട്. സാറിന് നാണമില്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? അവനെ നിങ്ങൾ രാത്രി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി വിട്ടതല്ലേ? അവനെ തല്ലാനും കൊല്ലാനും പുറത്ത് ഗുണ്ടകൾ കാത്തു നിൽപ്പുണ്ടെന്ന് അറിഞ്ഞോണ്ടല്ലേ നിങ്ങൾ അവനെ പുറത്തോട്ട് വിട്ടത്? എന്നിട്ടിപ്പോൾ അവൻ്റെ പേരിൽ കേസോ? ആ നേരത്തെ എന്തിനാ 10-30 ആൾക്കാർ കല്ലും കുറുവടിയും ചെങ്ങലയും കടാരയും ഒക്കെ ആയിട്ട് കുരിശടി റോഡിലോട്ട് വന്നത്? എന്തിനാ 2 ജീപ്പ് കാറും അവൻ്റെ നേർക്ക് പാഞ്ഞു വന്നത്? ഇതിനൊക്കെ സാറ് തന്നെ സമാധാനം പറയേണ്ടി വരും, ഓർത്തോ. ജോൺസൺ കണ്ണുമിഴിച്ചു നിന്നു. വിവരങ്ങളെല്ലാം അതേപടി വീട്ടിലിരുന്ന തള്ളയ്ക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞതൊക്കെ സത്യമല്ലേ സാറേ? എമിലി കൂസൽ എന്നെ ചോദിച്ചു. പോലീസ് ഇതിലൊന്നും ഇടപെട്ടിട്ടില്ല. അന്വേഷിച്ചറിഞ്ഞ വിവരം വെച്ചാ ഇങ്ങോട്ട് വന്നത്. പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇത്രയും വലിയ അക്രമവും അടിപിടിയും കൂട്ടയിടിയും നടന്നത് പോലീസ് അറിയാതെയാണോ സാറേ? ഞങ്ങൾ ചെന്നപ്പോഴേക്കും എല്ലാം കഴിഞ്ഞു. ശൗരി രക്ഷപ്പെട്ടു പോയി. എന്നാൽ ഇനി സാർ എന്താന്ന് വെച്ച് ചെയ്യ്. എന്നെ അറസ്റ്റ് ചെയ്യണാ? ശൗര്യക്കുട്ടി വീട്ടിലില്ലെന്ന് മനസ്സിലായതോടെ ജോൺസൺ ജീപ്പിൽ കയറി സ്ഥലം വിട്ടു. ശൗര്യക്കെതിരെ കേസെടുക്കാനോ സംഭവത്തിൽ ശൗര്യയെ പിടികൂടാനോ ചോദ്യം ചെയ്യാനോ അയാൾക്ക് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. രാത്രി 11:45 മണിക്ക് വീട്ടുമുറ്റത്ത് ഒരു ബൈക്ക് വന്ന് നിന്നു. അതിൽ നിന്ന് ഹെൽമറ്റ് വെച്ച ഒരാൾ ഇറങ്ങി. അത് ശൗര്യക്കുട്ടിയായിരുന്നു. ആ സമയം വരെയും ഉറങ്ങാതെ തിണ്ണയിലിരുന്ന എമിലി എണീറ്റ് മുറ്റത്തേക്കിറങ്ങി. ആദ്യം അവർ മകനെ അടിമുടി നോക്കി. പരിക്കുകളൊന്നും കാണാനില്ല, അവയവോ ഭംഗവുമില്ല. അമ്മ എന്താ നോക്കുന്നത്? ഞാൻ തന്നെയാ. 2 കൈയും 2 കാലും തലയും ഉടലും എല്ലാം ഉണ്ട്. കുറച്ചു മുമ്പ് പോലീസ് തിരക്കി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞു. അവരിനിയും വരും അമ്മ. ഞാൻ എൻ്റെ 2 കാലും ഇവിടെ ഉറപ്പിക്കണത് വരെ അവർ വരും. നിന്നെ അവർ മനഃപൂർവ്വം ചതിക്കാൻ നോക്കിയതല്ലേ ശൗര്യക്കുട്ടി? സ്റ്റേഷനിൽ നിന്ന് ഇറക്കി അവരുടെ മുന്നിലോട്ട് ഇട്ടുകൊടുത്തത് പോലീസ് അറിയാണ്ട് ചെയ്തതാ അമ്മ. അത് മാരാരിക്കുളത്തുനിന്ന് വന്ന ഉത്തരവാ. എസ് ഐക്ക് ഒട്ടും മനസ്സിലായിരുന്നു. പക്ഷേ ഈ ഓർഡർ വന്നാൽ അനുസരിക്കാണ്ട് പറ്റത്തില്ലല്ലോ. പോലീസും കള്ളന്മാരും കൂടെ നിനക്കെതിരെ ഒത്തുകൂടിയാ നീ പിന്നെ എവിടെ പോയി ഒളിക്കും? എന്ത് ധൈര്യത്തിലാണ് നീ സ്റ്റേഷനിൽ നിന്ന് രാത്രി ഇറങ്ങിപ്പോകുന്നത്? രാവിലെ വിട്ടാൽ മതിയെന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ അമ്മ. അതെല്ലാം ഒത്തുകളിയാണെന്ന് എനിക്കറിയായിരുന്നു. ആ എസ് ഐ എന്നെ ലോക്കപ്പിലൊന്നും അടച്ചിട്ടില്ലായിരുന്നു. ആരെങ്കിലും ആക്രമിച്ചാൽ എങ്ങനെ രക്ഷപ്പെടണമെന്ന് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ച്. നീ അകത്തോട്ട് കയറി വാ. ഇവിടെ നിന്നിട്ട് ശത്രുക്കൾ കാണണ്ട. എമിലി മകനെയും കൂട്ടി വീട്ടിനുള്ളിലേക്ക് കയറി. നീ കൈ കഴുകിയിട്ട് വാ, ഞാൻ ചോറെടുക്കട്ടെ. ശൗര്യ ചിരിച്ചു.
എന്താടാ ചിരിക്കണത്? ചോറ് വെച്ചിട്ടുണ്ടല്ലോ എനിക്ക് തിന്നാൻ. അതെന്നാ വെക്കണ്ടായോ? ഞാൻ എവിടെ പോയാലും വരുന്ന അമ്മയ്ക്കറിയാമല്ലേ. എമിലി ഒന്നും മിണ്ടാതെ പോയി ചോറ് വിളമ്പി. ശൗര്യക്കുട്ടി കൈ കഴുകി വന്ന് കഴിക്കാനിരുന്നു. ഇടയ്ക്ക് മയക്കത്തിലായി പോരുന്ന ജാനറ്റും കുഞ്ഞനെയും ശൗര്യക്കുട്ടിയുടെ ശബ്ദം കേട്ട് കണ്ണ് തിരുമ്മി എണീറ്റ് വന്നിരിപ്പുണ്ടായിരുന്നു. ശൗര്യക്കുട്ടി ചോറുണ്ണുമ്പോൾ എമിലി ചോദിച്ചു, എൻ്റെ മോനെ, നിനക്കിവിടുന്ന് പോയി വേറെ എവിടെയെങ്കിലും താമസിക്കാൻ വയ്യേ? ശത്രുക്കൾ പെരുകി പെരുകി വരുന്നല്ലോ. അവരെത്ര പേരാ? അവർ തന്നെത്താൻ ശത്രുക്കളായതല്ലല്ലോ. ഞാനല്ലേ ശത്രുക്കളെ ഉണ്ടാക്കിയത്. അവരുടെ ശല്യം ഞാൻ തന്നെ തീർത്തോളാം. ഇന്ന് രാത്രി തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവരെത്ര പേരാ നിന്നെ തല്ലാനും കൊല്ലാനും വന്നത്? നീ ഒറ്റയാളല്ലേ ഉള്ളൂ, 2 കൈയല്ലേ ഉള്ളൂ. അമ്മ, ഞാൻ പറഞ്ഞിട്ടില്ലേ, അങ്ങനെയൊന്നും എന്നെ തല്ലാനും കൊല്ലാനും പറ്റത്തില്ല. അതിനു വേണ്ട അഭ്യാസ മുറകളൊക്കെ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. എത്ര അഭ്യാസം പഠിച്ചാലും കണ്ണൊന്നു തെറ്റിയാൽ തീർന്നില്ലേ ശൗര്യക്കുട്ടി? അമ്മ വിചാരിക്കുന്നതിലും അപ്പുറം പഠിച്ചിട്ടുണ്ട് ഞാൻ. കാക്കിനാടയിൽ വെച്ച് കരാട്ടെ പഠിച്ചു. കുങ്ഫു പഠിക്കാൻ കാക്കിനാടയിൽ നിന്ന് 200 മൈൽ ദൂരെ പോകുമായിരുന്നു എല്ലാ ഞായറാഴ്ചയും. അതുകൂടാതെ കാക്കനാടയിലെ ഒരു ലാടഗുരുവിൻ്റെ അടുത്തുനിന്ന് മർമ്മകലയും പഠിച്ചിട്ടുണ്ട്. അതെന്നതാ ഈ മർമ്മകല എന്ന് വെച്ചാ? ജാനറ്റ് തല മാന്തിക്കൊണ്ട് ചോദിച്ചു. അതും അടവുകളും വിദ്യകളുമാ. 4 തരമുണ്ട് മർമ്മകല. തൊടുമർമ്മം, പടുമർമ്മം, തട്ടുമർമ്മം, നോക്കുമർമ്മം. ഷോ, എന്തുവാ? എനിക്കൊന്നും മനസ്സിലായില്ല. ചേച്ചി, 108 മർമ്മമുണ്ട് മനുഷ്യൻ്റെ ശരീരത്ത്. കഴുത്തിലും തലയിലും കൂടി 25, 2 കൈയിലും കൂടി 14, 2 കാലിലും കൂടി 15. ഞാനൊരാളുടെ കൈ പിടിച്ച് തിരിച്ചു വെച്ചാൽ അങ്ങനെ തന്നെ ഇരിക്കും. ആരെ നോക്കിയാലും നിവർത്താൻ പറ്റത്തില്ല. അതിന് ഞാൻ തന്നെ വേണം. എന്നാൽ ആരെ ഏത് കുടുക്കിട്ട് കെട്ടിയാലും ഞാൻ ഊരിക്കൊണ്ടു പോരും. ഇതൊക്കെ ആര് പറഞ്ഞിട്ടാ നീ പഠിച്ചത്? ജാനറ്റ് അത്ഭുതം കൂറി. എനിക്കിവിടെ തിരിച്ചു വരാൻ വേണ്ടി തന്നെ പഠിച്ചതാ. ശത്രുക്കളെ ഉണ്ടാക്കിയിട്ട് അവരെ തകർക്കാൻ വേണ്ടി പഠിച്ചതാ. എൻ്റെ ചങ്കിലൊരു തീ കെടാതെ കിടപ്പുണ്ട്. അത് പറഞ്ഞപ്പോൾ അവൻ്റെ ശബ്ദത്തിൽ കൂടി ആ തീയുടെ ചൂട് വമിച്ചു. നമുക്ക് സമാധാനത്തോടെ ജീവിച്ചാൽ പോരെ മോനെ? എമിലി നിസ്സഹായതയോടെ മകനെ നോക്കി. അമ്മ മനസ്സമാധാനത്തോടെ ജീവിക്കണം. ഒന്നുകൊണ്ടും അമ്മയ്ക്ക് സങ്കടം ഉണ്ടാവല്ല്. എന്ത് വിഷമം വന്നാലും അമ്മ വിചാരിക്കണം, എൻ്റെ ശൗര്യക്കുട്ടിയുണ്ടല്ലോ, പിന്നെന്താന്ന്. അതിനും കൂടി വേണ്ടിയാ ഞാനിതെല്ലാം പഠിച്ചുകൊണ്ട് വന്നത്. തച്ചോളി ഒതേൻ്റെ കഥ കേട്ടിട്ടില്ലേ നീ? കുഞ്ഞനെ ചോദിച്ചു. വലിയ അഭ്യാസിയായിരുന്നു. ആരോടും തോറ്റിട്ടില്ല. പക്ഷെങ്കിൽ ശത്രു ഒളിവെടി വെച്ച് കൊന്നു. അതും എനിക്കറിയാം വല്യമ്മച്ചി. എന്നെ അപായപ്പെടുത്താൻ വേണ്ടി ശത്രു എവിടെയെങ്കിലും ഒളിഞ്ഞു നിൽപ്പുണ്ടെങ്കിൽ എനിക്കറിയാം. മനസ്സിലൊരു നിഴല് വന്ന് കനക്കും. പോകാൻ ഉദ്ദേശിച്ച വഴിയെ പിന്നെ ഞാൻ പോവില്ല. നാളെയും പോലീസ് നിന്നെ തിരക്കി വരൂലേ? എമിലി ചോദിച്ചു. ഇല്ലമ്മ, അവർ വരണതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് ചെല്ലും. SIയുടെ അടുത്തല്ല, നേരെ മാരാരിക്കുളത്ത് ചെല്ലും. അവിടുന്ന് ഓർഡർ വന്നത് ആർത്തുങ്ക സ്റ്റേഷനിൽ നിന്ന്. എന്നെ ഇന്നലെ രാത്രി വിടാനും പിന്നെയും എൻ്റെ പേരിൽ കേസെടുക്കാനും. അവിടെ ചെല്ലുമ്പോൾ അവർ നിന്നെ ലോക്കപ്പിൽ എടുത്തില്ലേ? ഇല്ലെന്ന്. ഞാൻ ആ സീൻ്റെ അടുത്ത് കാര്യം പറയും. അയാൾക്ക് മനസ്സിലാകുന്നത് വരെ പറയും. നിനക്ക് പോലീസിനെ പേടിയില്ലേടാ? ജാനറ്റ് ചോദിച്ചു. ഇല്ല, എന്തിനു പേടിക്കണ്? അവരും എന്നെപ്പോലെ മനുഷ്യന്മാരല്ലേ. അവർക്ക് കാക്കിയുണ്ടല്ലോ, നിനക്ക് അതില്ലല്ലോ. അതുകൊണ്ടല്ലേ അവർ വിളിക്കണടുത്ത് ഞാൻ പോണത്. ഇല്ലെങ്കിൽ ഞാൻ വിളിക്കണടുത്ത് അവർ വന്നേനെ. ശൗര്യക്കുട്ടി ചിരിച്ചു. ഇനി രാത്രി നിന്നെ അന്വേഷിച്ച് പോലീസ് വരുമോ? എമിലി ആശങ്ക പ്രകടിപ്പിച്ചു. ഇല്ലമ്മ, പോലീസിനിപ്പോൾ എന്നെ വിശ്വാസമാ. അവരെപ്പോൾ വിളിച്ചാലും ഞാൻ ചെല്ലും. നാളെ കൂടി ചെല്ലുമ്പോൾ അവർക്ക് ഒന്നുകൂടെ വിശ്വാസാകും. നിന്നെ കൊല്ലാൻ വേണ്ടി കുരിശടി റോഡിൽ ആരൊക്കെ ഉണ്ടായിരുന്നത്? ആൻ്റപ്പൻ പീറ്ററും അവരുടെ ആൾക്കാരും. അമ്മയത് വിട്ടുകളാ. എമിലി പിന്നെ അതേപ്പറ്റി ഒന്നും ചോദിച്ചില്ല. പിറ്റേന്ന് രാവിലെ തന്നെ ശൗര്യക്കുട്ടി കുളിച്ചൊരുങ്ങി പുതിയ ബുള്ളറ്റ് മോട്ടോർ ബൈക്കിൽ കയറി മാരാരിക്കുളം സ്റ്റേഷനിലേക്ക് പോയി. 9 മണിയോടെ CI എബ്രാഹിം മാത്യു ഓഫീസിലെത്തി. ശൗര്യക്കുട്ടി നേരെ ഓഫീസ് റൂമിലേക്ക് കയറി ചെന്നു. ഗുഡ് മോർണിംഗ് സർ. എബ്രാഹിം മാത്യു ദേഷ്യത്തിൽ നോക്കി. നിന്നെ ആരാ ഇങ്ങോട്ട് കയറ്റിവിട്ടത്? ഞാൻ സാറിനെ കാണാൻ വന്നതാ. എൻ്റെ പേരിൽ കേസുണ്ടല്ലോ. നീ ഇവിടല്ല, ആർത്തങ്കൽ സ്റ്റേഷനിലാണ് ചെല്ലേണ്ടത്. അവിടാ നിന്റെ കേസ്. സാറിനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. ഇന്നത്തെ പത്രം സാറ് കണ്ടായിരുന്നോ? എന്താ? ശൗര്യക്കുട്ടി മടക്കി പിടിച്ചിരുന്ന ന്യൂസ് പേപ്പർ CIയുടെ മേശപ്പുറത്തേക്ക് വെച്ച് വാർത്തയിൽ ചൂണ്ടുവിരൽ തൊട്ട് കാണിച്ചു. യുവാവിനെതിരെ വധശ്രമം. ഇതാണ് വാർത്തയുടെ തലവാചകം. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ഇന്നലെ രാത്രി വിട്ടയച്ച ശൗരി എന്ന യുവാവിനെ പോലീസിന്റെ ഒത്താശയോടെ
ശത്രുക്കളും ഗുണ്ടകളും ചേർന്ന് വധിക്കാൻ ശ്രമിച്ചു. സായുധരായ 30ഓളം പേർ യുവാവിനെ വളഞ്ഞ് ആക്രമിക്കുകയായിരുന്നു. ആർത്തങ്കൽ പോലീസ് സ്റ്റേഷന്റെ പരിസരത്ത് കുരിശടി റോഡിൽ നടന്ന ആക്രമണത്തിനെതിരെ പോലീസ് ചെറുവിരൽ പോലും അനക്കിയില്ലെന്നാണ് യുവാവിന്റെ ആരോപണം. 2 ജീപ്പുകളിലും 1 കാറിലും കൂടാതെ കാൽനടയായും എത്തിയ സംഘം യുവാവിനെ വാഹനമിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നതിനിടെ അബദ്ധത്തിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് സംഘാംഗങ്ങളിൽ ചിലർക്ക് പരിക്കേൽക്കുകയുമുണ്ടായി. ജീപ്പിന്റെ പിൻഭാഗത്തെ ഹൂഡ് ബോർഡിൽ നിന്നിരുന്ന ചിലരുടെ കൈകാലുകൾ ഒടിഞ്ഞു. ശത്രുസംഘത്തിലെ ഒരാളെ മറയായി പിടിച്ച് തന്റെ നേരെയുള്ള ആയുധപ്രയോഗം തടഞ്ഞ ശൗരി കടലിൽ ചാടി നീന്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ തീരക്കടലിലുണ്ടായിരുന്ന ഒരു ടൂറിസ്റ്റ് ബോട്ടെത്തി രക്ഷപ്പെടുത്തുകയായിരുന്നു. ശൗരിയെ കൊലപ്പെടുത്താൻ ശത്രുസംഘത്തിന് കഴിഞ്ഞില്ലെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് പോലീസ് രംഗത്തെത്തി ശൗരിയെ പ്രതിയാക്കി കേസെടുത്തിരിക്കുകയാണുണ്ടായത്. കുരിശടി റോഡിൽ വെച്ച് ശൗരിയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിലുണ്ടായ അനിഷ്ട സംഭവങ്ങളുടെ ഉത്തരവാദിത്തം പോലീസ് ശൗരിയുടെ മേൽ ചാർത്തിയിരിക്കുകയാണ്. പോലീസിന്റെ ഒത്താശയോടെയാണ് ശൗരിയെ കൊലപ്പെടുത്താനുള്ള നാടകം അരങ്ങേറിയതെന്ന് തെളിയിക്കുന്ന ഒട്ടേറെ തെളിവുകളുണ്ട്. ശൗരിയെ പോലീസ് രാത്രി 8 മണിവരെ ആർത്തങ്കൽ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ വെച്ചു. അതുവഴി ശൗരിയെ കൊല്ലാനുള്ള ശത്രുസംഘത്തിന് കൊലപാതകം പ്ലാൻ ചെയ്യാനും ആയുധങ്ങളും വാഹനങ്ങളും സംഘടിപ്പിക്കാനും വേണ്ടത്ര സമയം കൊടുത്തു. മാരാരിക്കുളം CI എബ്രാഹിം മാത്യുവിൻ്റെ നിർദ്ദേശപ്രകാരം രാത്രി ശൗരിയെ കസ്റ്റഡിയിൽ നിന്ന് വിട്ടയച്ചു. സ്റ്റേഷനിൽ നിന്നിറങ്ങിയ ശൗരി ഇതൊന്നും അറിയാതെ കുരിശടി റോഡിൽ കാത്തുനിന്ന ശത്രുക്കളുടെ മുന്നിൽ ചെന്ന് പെടുകയായിരുന്നു. 30ഓളം പേരടങ്ങുന്ന ഒരു സംഘം എന്തിന് അസമയത്ത് കുരിശടി റോഡിൽ ഒത്തുകൂടിയെന്നത് പോലീസ് അന്വേഷിച്ചിട്ടില്ല. അക്രമി സംഘത്തിലെ ഒരാളെപ്പോലും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നതും വിചിത്രമാണ്. സംഘടന നടന്ന സ്ഥലത്ത് നിന്ന് മാരകായുധങ്ങളും അപകടത്തിൽപ്പെട്ട വാഹനങ്ങളും കണ്ടെടുത്തെങ്കിലും അവ തൊണ്ടി മുതലായും എടുത്തിട്ടില്ല. പകരം എല്ലാ അനിഷ്ട സംഭവങ്ങളുടെ ഉത്തരവാദി ശൗരിയാണെന്ന് വരുത്തി തീർക്കാനായിരുന്നു പോലീസിന്റെ ശ്രമം. ഇതിനെതിരെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുമെന്ന് ശൗരി പറഞ്ഞു. വാർത്ത വായിച്ച ശേഷം എബ്രാഹിം മാത്യു കണ്ണുയർത്തി ശൗര്യക്കുട്ടിയെ നോക്കി. ശൗര്യക്കുട്ടി മന്ദഹസിച്ചു. സാറേ, പത്രക്കാർക്ക് പോലും സത്യം എന്താണെന്ന് മനസ്സിലായി. എന്തിനാ സാറേ എന്നെ ഇങ്ങനെ ദ്രോഹിക്കണത്? ഞാൻ സാറിനോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ? എബ്രാഹിം മാത്യു അറിയാതെ ആംസ്ലിങ്ങിൽ കിടക്കുന്ന തൻ്റെ കയ്യിലേക്ക് നോക്കി. ശൗര്യക്കുട്ടി ഒരു കസേര വലിച്ചിട്ടിരുന്നു. എണീക്കിട എന്ന് പറയണമെന്നുണ്ടായിരുന്നു എബ്രാഹിം മാത്യുവിന്. പക്ഷേ അതിനു മുമ്പ് ശൗര്യക്കുട്ടി പറഞ്ഞു, കൊലച്ചതിയല്ലേ സാർ എന്നോട് ചെയ്തേ? 30 പേര്, 3 വണ്ടി, മാരകായുധങ്ങൾ. രാത്രി നേരം ഞാൻ ഒറ്റ. എന്നെ അവരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തില്ലേ? സാറിനത് ചെയ്യാൻ കൊള്ളാവോ? അവരെന്നെ കൊന്നിരുന്നെങ്കിലോ? എബ്രാഹിം മാത്യുവിന് ഉത്തരം മുട്ടി. നീ ആരാടാ എന്നെ ചോദ്യം ചെയ്യാൻ? CI കയർത്തു. ഞാൻ ആരാണെന്ന് മനസ്സിലായില്ല സാറിന് ഇതുവരെ? അതാ കുഴപ്പം. ദേ സാറേ, ഈ പെൻഡ്രൈവ് കണ്ടാ? ശൗര്യക്കുട്ടി പോക്കറ്റിൽ നിന്ന് ഒരു പെൻഡ്രൈവ് എടുത്ത് കാണിച്ചു. ഇന്നലെ രാത്രിയിലത്തെ സംഭവങ്ങളുടെ വീഡിയോ മുഴുവനുമുണ്ട് ഇതിൽ. ഞാൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരണത്, പല്ലിട കുത്തിക്കൊണ്ട് കുരിശടി റോഡിൽ നിൽക്കണത്, ബീച്ചിലോട്ട് നടക്കുമ്പോൾ ഗുണ്ടകൾ വളയണത് എല്ലാം ഉണ്ട് സാറേ. ഇത് ഞാൻ സാറിന് തരില്ല, SP കൊടുക്കാൻ പോകുക. അതെനിക്കൊന്ന് കാണണം. കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ സാർ എനിക്ക് തിരിച്ചു തരണം. ഇയാൾ പറയുന്നത് കള്ളമാണോന്ന് അറിയണ്ടേ? അതിനാണോ? ഞാൻ വാട്സപ്പിലിട്ട് ഇട്ട് തരാം. എൻ്റെ മൊബൈലിൽ കയറ്റിയിട്ടുണ്ട് വീഡിയോ. എബ്രാഹിം മാത്യു ശൗരിയെ തുറച്ചു നോക്കി. സാറിന് ഇപ്പം തന്നെ SP ഓഫീസിൽ നിന്ന് കോഡ് വരും ഈ പത്രവാർത്തയുടെ വിശദീകരണം ചോദിച്ചുകൊണ്ട്. അതിനു മുമ്പ് സാർ എനിക്കൊരു വാക്ക് തരണം. നിനക്ക് വാക്ക് തരണമെന്നോ? ഞാനോ? പോടാ പുല്ലേ, നീ ആരാ? എബ്രാഹിം മാത്യുവിൻ്റെ മൊബൈൽ ഫോണിലേക്ക് ഒരു കോൾ വന്ന് റിങ് ചെയ്തു. അയാൾ അലസമായി കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ എടോ, ഇത് SP ആണ് സംസാരിക്കുന്നത്. സാർ. എബ്രാഹിം മാത്യു കസേരയിൽ നിന്ന് ചാടി എണീറ്റു. ഇന്നൊരു ന്യൂസ് കണ്ടല്ലോ, ഒരു ചെറുപ്പക്കാരനെ കൊലയാളി സംഘത്തിന് കൊല്ലാൻ വിട്ടുകൊടുത്തിട്ട് അവൻ രക്ഷപ്പെട്ടെന്നറിഞ്ഞപ്പോൾ അവൻ്റെ പേരിൽ കേസെടുത്തെന്ന്. സർ, ആർത്തങ്കലാണ് സംഭവം നടന്നത്. ഞാൻ SIയെ വിളിച്ച് അന്വേഷിക്കാം. ജോൺസൺ പറഞ്ഞല്ലോടോ താൻ പറഞ്ഞിട്ടാണെല്ലാം ചെയ്തതെന്ന്. എബ്രാഹിം മാത്യു തരിച്ചു നിന്നു. എന്താണോ മിണ്ടാത്തെ? വൈകിട്ട് 5-ന് മുമ്പ് എനിക്ക് വിശദമായ റിപ്പോർട്ട് കിട്ടണം. എന്താ അവിടെ സംഭവിച്ചതെന്ന്. പോലീസിനെ നാണം കെടുത്താൻ ഇറങ്ങിയിരിക്കുകയാണോ താനും തന്നെ പോലത്തെ കുറേ കറപ്റ്റഡ് ഓഫീസേഴ്സും കൂടി? സർ, ഞാൻ റിപ്പോർട്ട് തരാമെന്ന് ചുമ്മാ പറഞ്ഞാൽ പോരാ, സത്യസന്ധമായ റിപ്പോർട്ട് കിട്ടണം. സർ,
കോൾ കട്ടായി. ചെവിയിൽ നിന്ന് ഫോൺ മാറ്റാൻ മറന്ന് എബ്രാഹിം മാത്യു ശൗര്യയുടെ നേർക്ക് നോട്ടം തിരിച്ചു. ശൗര്യ എഴുന്നേറ്റ് നിന്നു. സാറേ, ശൗര്യക്കുട്ടി വിളിച്ചു. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ അമ്മ എന്നെ മാമോദീസ മുക്കാൻ കൊണ്ടുപോയി ചേന്നവേലി പള്ളിക്ക്. വികാരിയച്ഛൻ എൻ്റെ അപ്പൻ്റെ പേര് തിരക്കി. അമ്മ പറഞ്ഞു യേശുവാണെന്ന്. എബ്രാഹിം മാത്യു ശൗര്യയെ നോക്കി നെറ്റി ചൊളിച്ചു. മനസ്സിലായില്ല അല്ലേ? ദൈവത്തിൻ്റെ മകനാ സാറേ ഞാൻ. അല്ലെങ്കിൽ പണ്ടേ ചത്ത് മണ്ണടിഞ്ഞേനെ. ഒരുപാട് തവണ കൊല്ലാൻ നോക്കിയതാ. ഇപ്പോൾ സാറ് നോക്കിയില്ലേ ഞാൻ ചത്തോ? ഇല്ല, ചാവത്തില്ല സാറേ. ചത്ത കണക്ക് പലതും ബാക്കി വരും. കുറേ കണക്ക് തീർക്കാനുണ്ട്. അതുകൊണ്ടാ ഞാൻ സാറിനോട് ചോദിക്കുന്നേ, എൻ്റെ കൂടെ നിൽക്കാവോ? ഞാൻ നോക്കിക്കൊള്ളാം സാറിൻ്റെ കാര്യം. ഇവൻ ആരാ? എന്താണ് ഇവൻ്റെ വലിപ്പം? എബ്രാഹിം മാത്യുവിന് മനസ്സിലാകുന്നില്ല. വലിയ അനീതിക്കൊന്നും കൂട്ടു നിൽക്കണ്ട. കണക്കുകൾ തീർക്കുമ്പോൾ ചിലർക്ക് ചില ബുദ്ധിമുട്ടുകൾ വരും. സാറ് കണ്ണടച്ചേക്കണം. അർഹിക്കുന്നവർക്ക് മാത്രമേ ശൗര്യക്കുട്ടി കൊടുക്കത്തുള്ളൂ. അത് തല്ലായാലും തലോടലായാലും. ഇനി സാറ് തന്നെ തീരുമാനിച്ചോ. എബ്രാഹിം മാത്യു കണ്ണു ചിമ്മി കസേരയിലേക്കിരുന്നു. വെള്ള ആൾട്ടോ കാർ മുറ്റത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് റെജീന കാറിൽ നിന്നിറങ്ങി. ശൗര്യക്കുട്ടി വരാന്തയിലിരുന്ന് പത്രം വായിക്കുന്നുണ്ടായിരുന്നു. കാർ വന്നതും നിന്നതും ശൗര്യക്കുട്ടി ആകാംക്ഷയോടെ കണ്ടു. എന്നാൽ റെജീനയെ കണ്ടതും അവൻ്റെ മുഖം വല്ലാതായി. അവൻ ഇരുന്നോടത്ത് തന്നെ ഇരുന്ന് പത്രം വായിച്ചു. ആഞ്ചലോസ് കടപ്പുറത്ത് പോയിരിക്കുകയാണ്. ചേച്ചിയെ, എമിലി ചേച്ചി, റെജീന മുറ്റത്ത് നിന്ന് വിളിച്ചു. ശൗര്യക്കുട്ടിയെ കണ്ടിട്ട് അവൾക്ക് മനസ്സിലായില്ലെങ്കിലും അത് ശൗര്യയാണെന്ന് ഊഹിച്ചു. എമിലി വാതിൽക്കിലേക്ക് വന്നു. റെജീനയെ കണ്ട് എമിലിയുടെ മുഖം തെളിഞ്ഞു. എടി റെജി, നീ ഒറ്റയ്ക്കേ ഉള്ളോടി? എമിലി വന്ന് റെജീനയുടെ കൈ പിടിച്ചു. ഒന്നും പറയണ്ട, കൂടെ വരാൻ അപ്പൻ്റെ മകൻ്റെ കാല് പിടിച്ച് പറഞ്ഞതാ. ആര് വരാൻ? നീ തന്നെത്താൻ കാർ ഓടിച്ചുകൊണ്ട് വന്നോ? എമിലി അതിശയിച്ചു. പിന്നല്ലാതെ. എത്ര തവണയാ ഓരോരുത്തരോട് എവിടെയെങ്കിലും കൊണ്ടുപോകാൻ വേണ്ടി കെഞ്ചുന്നേ. അവർക്കൊപ്പം ഗമ 4 ഇരട്ടിയാ. ഡ്രൈവിംഗ് പഠിക്കുന്ന കാര്യം ഞാൻ ചേച്ചിയോട് പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞു. പക്ഷെ ഇത്രയും പെട്ടെന്ന് നീ ഒരു കാറും ഓടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നമുക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്ത് നടക്കും ചേച്ചി. റെജീന തിണ്ണയിലേക്ക് കയറി. ഇതാരാ ഈ ഇരിക്കുന്നേ? റെജീന തൻ്റെ ഊഹം ശരിയാണോ എന്നറിയാൻ വേണ്ടി ചോദിച്ചു. ശൗര്യക്കുട്ടി, നിനക്ക് മനസ്സിലായില്ലേ? ഇവൻ തിരിച്ചു വന്നേ പിന്നെ നീ കണ്ടില്ലല്ലോ അല്ലേ? എനിക്ക് തോന്നി ഇരിപ്പ് കണ്ടപ്പോൾ, റെജീന ഈർഷ്യയോടെ പറഞ്ഞു. കൊല്ലം 10-12 ആയല്ലോ കണ്ടിട്ട്. ശൗര്യക്കുട്ടി റെജീനയുടെ നേർക്ക് ഒന്ന് പാളി നോക്കി. നീ എന്താ ഒറ്റയ്ക്ക് വന്നേ? പിള്ളേരെ ആരെങ്കിലും കൂടെ കൊണ്ടുവരാൻ മേലായിരുന്നോ? എമിലി ചോദിച്ചു. ഓ, ഞാൻ പെട്ടെന്നൊരു തോന്നലിങ്ങ് പോന്നതാ. ശൗര്യക്കുട്ടി, നിനക്ക് റെജീനയെ മനസ്സിലായില്ലേ? എൻ്റെ അനുജത്തി. മനസ്സിലായി. എനിക്കിട്ട് കുറേ പാര വെച്ചിട്ടുള്ളതല്ലേ. എല്ലാം ഞാൻ ഓർക്കുന്നുണ്ട്. നിന്നോടിവള് എന്തു ചെയ്തെന്നാ? അമ്മ പക്ഷം പിടിക്കണ്ട. എനിക്കറിയാം എന്നോട് ആരൊക്കെ എന്തൊക്കെ ഏതൊക്കെ കാലത്ത് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. ശൗര്യക്കുട്ടിയുടെ സ്വരം മാറി. തർക്കിക്കുന്നത് പന്തിയല്ലെന്ന് എമിലിക്ക് തോന്നി. ഇങ്ങോട്ട് അകത്തോട്ട് വാ. എമിലി റെജീനയുടെ കൈക്ക് പിടിച്ച് വീട്ടിനുള്ളിലോട്ട് കൂട്ടിക്കൊണ്ടുപോയി. ശൗരി പത്രവായന തുടർന്നു. പള്ളിയിൽ പോയിരുന്ന ജാനറ്റ് തിരിച്ചെത്തി. അവൾ തിണ്ണയിലേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു. റെജി കുഞ്ഞമ്മ വന്നിട്ടുണ്ടോ? ആ, ഉണ്ട്. ശൗര്യക്കുട്ടി തലയാട്ടി. കാറ് കണ്ടപ്പോൾ തോന്നി. കൂടെ ആരുണ്ട്? ആരെയും കണ്ടില്ല. ഒറ്റയ്ക്കാ വന്നത്. ജാനറ്റ് അകത്തേക്ക് പോയി. എമിലിയോട് വിശേഷങ്ങൾ തിരക്കുകയായിരുന്നു റെജീന. അവൻ എപ്പോഴാ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയത്? എപ്പോഴും പോലീസും കേസുമാണല്ലോ. മര്യാദയ്ക്ക് ഒരിടത്ത് അടങ്ങിയിരിക്കാൻ ചേച്ചി പറഞ്ഞ അവൻ കേൾക്കത്തില്ലേ? അവന് ചോദിക്കാനും പറയാനും ആരുമില്ലേ? ചേച്ചി നോക്കിക്കോ, അവസാനം അവൻ എല്ലാവരെയും കുഴപ്പത്തിലാക്കും. എടി, നീ അവനെ കണ്ണുമടച്ച് കുറ്റം പറയാതെ. അവൻ വന്ന ശേഷമാ എനിക്കൊരു സമാധാനം കിട്ടിയത്. അവൻ വീട് പരിഷ്കരിച്ചില്ലേ? ഡെന്നിച്ചൻ്റെ കല്യാണം നടത്തിയില്ലേ? അവനിപ്പോൾ സ്വന്തമായിട്ട് വള്ളം എത്രയുണ്ടെന്നാ നിന്റെ വിചാരം? സൈമൺ മുതലാളിൻ്റെ ആൾക്കാരൊക്കെ അവൻ്റെ അടുത്ത് തോറ്റു തുന്നം പാടി. ചേച്ചി ഇതൊക്കെ കണ്ട് സൽപ്രവർത്തികളാണെന്നും പറഞ്ഞ് സന്തോഷിച്ചിരിക്കുക. ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഞാനും അറിയണുണ്ട്. അവനിപ്പോൾ ഭയങ്കര അക്രമിയും ആഭാസനും തെമ്മാടിയൊക്കെയാണെന്നാണ് ഞാൻ കേട്ടത്. ആ ആൻ്റപ്പൻ ചേട്ടൻ്റെ പെണ്ണിനെ പിടിച്ചുകൊണ്ട് വന്ന് ഡെന്നിച്ചിന് കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആൻ്റപ്പൻ ചേട്ടനുമായിട്ടുള്ള ശത്രുത ഇനി എന്നെങ്കിലും തീരുമോ? റെജീന ശൗര്യക്കുട്ടിയുടെ കുറ്റം ഉത്സാഹത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നു. 4 കിലോ നല്ല പോത്തിറച്ചി വേണമെങ്കിൽ ആൻ്റപ്പൻ ചേട്ടൻ്റെ കശാപ്പ് കടയിലോട്ട് ചെന്നാൽ മതിയായിരുന്നു. ഇനി അത് പറ്റുമോ? നീ എന്നാ വർത്തമാനമാടി റെജി പറയണത്? ഇറച്ചി വാങ്ങുന്നതാണോ നിനക്കിപ്പം വലിയ കാര്യം?
എമിലി താടിക്ക് കൈ വെച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, ഞാൻ പറയുമായിരുന്നു, ഡെന്നിച്ചിന് ഇനി ജീവനെ പിടിച്ച് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ ചേച്ചി? ആ പെണ്ണിൻ്റെ കാര്യവും കഷ്ടത്തിലായില്ലേ? ആൻ്റപ്പ ചേട്ടൻ്റെ ആൾക്കാർ അവരെ രണ്ടിനെയും എവിടെ വെച്ച് കണ്ടാലും തട്ടിക്കളയുമെന്നാണ് ഞാൻ കേട്ടത്. അവർ പുറത്തിറങ്ങി നടക്കണുണ്ടല്ലോ. ഡെന്നിച്ചൻ പണിക്ക് പോകണുണ്ട്, അവളും അവനും കൂടെ പലയിടത്തും പോണുണ്ട്. ആ, ഒരു കുഴപ്പവും ഇല്ലാന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാ. ശൗര്യക്കുട്ടി വന്ന ഉടനെ തന്നെ സകലമാന പേരെയും ശത്രുക്കളാക്കിയെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇപ്പം അവർ പമ്മിയിരിക്കുക. എപ്പോഴെങ്കിലും ഒരു തിരിച്ചടി വരും. അന്നേരം അനുഭവിക്കാൻ ചേച്ചിയും ചേച്ചിയുടെ മക്കളും മാത്രമേ കാണത്തുള്ളൂ. എടി, അങ്ങനെ പേടിച്ച് ജീവിക്കാൻ പറ്റുമോടി? ശൗര്യക്കുട്ടി ഇല്ലാത്ത കാലത്ത് പോലും ഞാൻ അത്രയ്ക്ക് പേടിച്ചിട്ടില്ലല്ലോ. ചേച്ചിക്ക് ഇത്രയ്ക്ക് ബോധമില്ലാണ്ട് പോയല്ലോ. ആ സൈമൺ മുതലാളിയുടെ എത്ര വള്ളമാ ശൗര്യക്കുട്ടി കത്തിച്ചു കളഞ്ഞത്. മുതലാളി അതിനെ പ്രതികാരം ചെയ്യാണ്ടിരിക്കുകയോ? അയാൾ ശൗര്യക്കുട്ടിയുടെ വള്ളവും തീ വെച്ച്. എമിലി പറഞ്ഞു. ചേച്ചിയുടെ വർത്തമാനം കേട്ട തരപ്പടിക്കാർ തമ്മിലുള്ള തല്ലുപിടുത്തമാണെന്ന് തോന്നൂലോ. ചേച്ചി, സൈമൺ മുതലാളി ആര്, ശൗര്യ ആര്? ആനയും കുഴിയാനയും പോലുള്ള വ്യത്യാസമില്ലേ? ശൗര്യക്കുട്ടീനെ നീ അത്രയ്ക്ക് കുറച്ച് കാണണ്ട, എമിലി സംശയത്തോടെ പറഞ്ഞു. എങ്ങാണ്ടോ പോയി ആരെയോ പറ്റിച്ച് 4 പുത്തനുണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് അതിൻ്റെ അഹങ്കാരം വെച്ച് കളിക്കുക. ഞാഞ്ഞൂൾ എത്ര തല പൊക്കി പിടിച്ചാലും പത്തി വിരിച്ച് നിൽക്കണ രാജവെമ്പാലയുടെ ഒപ്പം എത്തുവോ? ആണും തരവും നോക്കി വേണ്ടേ കളിക്കാൻ? ആൻ്റപ്പ ചേട്ടൻ്റെ മകനെ ഇരുട്ടുവാക്കിന് അടിച്ചതിൻ്റെ തിരിച്ചടി തരാൻ നോക്കി നടക്കുക അവരുടെ കുടുംബക്കാർ മുഴുവൻ. അവരെല്ലാം കൂടെ കടന്നലിളകിയ പോലെ ഇളകി വന്ന ശൗര്യ പിന്നെയില്ല. തൻ്റെ അനുജത്തി എല്ലാം അറിഞ്ഞിരിക്കുന്നല്ലോ എന്ന് അത്ഭുതപ്പെട്ടിരിക്കുകയായിരുന്നു എമിലി. നീ ഇതൊക്കെ എവിടുന്നറിയുന്നടി? ഇതുമാത്രമല്ല, വേറെയും ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അറക്കലെ ചാർലി സേവ്യറിൻ്റെ മകളെ കല്യാണം കഴിച്ചു കളയുന്ന ഭീഷണിപ്പെടുത്തിയോ ശൗരി? അങ്ങനെന്തോ ഇവിടെയും കേട്ടു. അറക്കലെ സാറാരാ, ശൗരി ആരാ? ചേച്ചി, സുബോധമുള്ള ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ? അറക്കലെ ചാർലി സാറും കുടുംബക്കാരുമൊക്കെ പണ്ടേ പണക്കാരാ. അതിനേക്കാൾ പാരമ്പര്യവും തറവാടിത്തവും ഉള്ളവരാ. അവരോടാണോ ശൗരി എന്ന് പറയുന്ന വാലുമാക്രി പോയി വെല്ലുവിളിക്കണേ? അവനവളെ കെട്ടുമെന്നാ പറയുന്നേ. ഓ, ഞൊട്ടും. അറക്കൽക്കാരെ ഭീഷണിപ്പെടുത്തിയിട്ട് ശൗരി ഇപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ടെങ്കിൽ അത് ചേച്ചിയുടെ ഭാഗ്യവും അർത്തുങ്ക പുണ്യാളച്ചൻ്റെ നോട്ടപ്പശകും കൊണ്ട് മാത്രമാ. നോട്ടപ്പശകോ? ഇന്നലെ തലപൊക്കിയ കൃമിയല്ലേ, പിഴച്ചു പോട്ടെ എന്ന് വിചാരിച്ചു കാണും. അല്ലെങ്കിൽ സൈമൺ മുതലാളി വിചാരിച്ച അവൻ ഭൂമിക്ക് മീതെ ജീവനോടെ ഇരിക്കുമോ? സൈമൺ മുതലാളിയെ കൂടാതെ വേറെ 3 വശത്തും ശത്രുക്കളായില്ലേ? ആൻ്റപ്പ ചേട്ടൻ, അറക്കലെ സാറ്, പിന്നെ പോലീസും. ഒരു കാര്യം കൂടി ചേച്ചി ഉറപ്പിച്ചോ, ഇനി അധികം ആയുസില്ല ശൗരിക്ക്. നീ ഇങ്ങനെ കണ്ണിച്ചോരയില്ലാണ്ട് പറയല്ലേ റിജി. ഒന്നുമല്ലേലും എൻ്റെ മോനല്ലേടി അവൻ. അല്ല, റിജീനെ പെട്ടെന്ന് പറഞ്ഞു പോയി. അല്ലെന്നോ? ഞാൻ 10 മാസം ചുവന്ന് പ്രസവിച്ച എൻ്റെ മകൻ എൻ്റേതല്ലെന്നോ? അങ്ങനെയല്ല ഉദ്ദേശിച്ചേ. അത് കാരക്കാട്ടെ പടുമുളയാ, നേരായ വഴിക്ക് ഉണ്ടായതല്ല. ചേച്ചി ആഗ്രഹിച്ചിട്ടുണ്ടായതല്ല. ആരോ ശപിച്ചെറിഞ്ഞ പോലെ ചേച്ചിയുടെ കുടുംബത്തിൽ വന്ന് പെട്ടുപോയതാ. നീ പോടി അവിടുന്ന്. പെറ്റി വീണപ്പം മുതൽ അവൻ എൻ്റെ മകനാ. അവനെ എത്ര പേര് കൊല്ലാൻ നോക്കി. സൈമൺ മുതലാളി തന്നെ അവനെ കൊല്ലാൻ ശ്രമിച്ചതിന് കണക്കുണ്ടോ? അവൻ ആരെയും പേടിയില്ല, പോലീസിനെയും പേടിയില്ല. പോലീസ് വന്ന് വിളിച്ച അപ്പം തന്നെ പോകും സ്റ്റേഷനിലോട്ട് ഒറ്റയ്ക്ക്. ഒരു പോലീസും അവനെ തല്ലിച്ചതച്ചില്ല ഇതുവരെ. അവനറിയാം പോലീസിൻ്റെ അടുത്ത് എങ്ങനെ നിൽക്കണമെന്ന്, എമിലി പറഞ്ഞു. ചേച്ചി ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ തല തട്ടിപ്പോയി കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഈ വീട്ടിലോട്ട് പാഞ്ഞു കയറും. ശൗര്യോടുള്ള വിരോധം കൂടെ ഇവിടെ ഉള്ളവരോട് തീർക്കും. അവരുടെ കയ്യിൽ പെട്ട് കഴിഞ്ഞിട്ട് ഡെന്നിച്ചനും ഷീബയും ജാനറ്റുമൊക്കെ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ചതച്ചരച്ചു കളയും എല്ലാത്തിനെയും. ഷീബേനെ തട്ടിക്കൊണ്ട് പോയതിന് ആൻ്റപ്പൻ ചേട്ടൻ്റെ ആൾക്കാർ വല്യമ്മച്ചിയോട് ചെയ്തത് എന്താണെന്ന് ചേച്ചിക്കറിയാലോ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നീ ഒന്നും പറയാതിരിക്കുന്നതാ എനിക്ക് സമാധാനം. അനുഭവത്തെ വരുമ്പോൾ പഠിച്ചോളും. ജാനറ്റിൻ്റെ കല്യാണം 3 മാസത്തിനകം നടത്താമെന്ന് ശൗര്യക്കുട്ടി ഏറ്റിട്ടുണ്ട്. ആ വിവരം നിനക്കറിയോടി? 3 മാസം. അതുവരെ ശത്രുക്കൾ അവനെ ജീവനോടെ വെച്ചെങ്കിലല്ലേ? നീ ഇനി ഒന്നും പറയണ്ട. അവൻ്റെ കാര്യം നോക്കാം. അവനറിയാം. എമിലിക്ക് ദേഷ്യം വന്നു. പണ്ടേ നിനക്ക് അവനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. കാരക്കാട്ട് ഡാൻഡസിൻ്റെ കാര്യം പറയാൻ 100 നാക്കാ. ആ, അത് പറഞ്ഞില്ലല്ലോ. അടുത്ത ഞായറാഴ്ച ടൗൺ ഹാളിൽ ഡാൻഡസിൻ്റെ വയലിൻ കച്ചേരിയുണ്ട്. അതുകൂടാതെ ഗാനമേളയുണ്ട്. അതൊന്ന് കേൾക്കേണ്ടതാ. ചേച്ചി വരുന്നോ? ഞാനിവിടെ വന്ന് കാറിൽ കയറ്റിക്കൊണ്ട് പോകാം. എനിക്കവൻ്റെ കച്ചേരിയും കേൾക്കണ്ട, ഗാനമേളയും കേൾക്കണ്ട. എൻ്റെ ചേച്ചി, അതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യാമെന്ന് വെച്ചാൽ
അതൊരു ഭാഗ്യ. പിന്നെ ഇരുന്ന് ഓർത്തിട്ട് ഒരു കാര്യവുമില്ല. നിനക്ക് ആ ഡാൻഡസിനോട് എന്നാ ഇത്ര അലിവ്? അതും സൈമൺ മുതലാളിയുടെ മോനല്ലേ? സൈമൺ മുതലാളിയുടെ മകൻ തന്നെയാണ്, പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട്. അവൻ നമ്മുടെ വല്യപ്പച്ചനെ പോലെ കലാകാരനാ. നമ്മുടെ വല്യപ്പച്ചനെ പോലെ ശാന്ത സ്വഭാവക്കാരനാ. അവൻ്റെ കണ്ണിൽ നോക്കിയാൽ അറിയാം, എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. നീ എന്തിനാ റിജിമോളെ നമ്മുടെ വല്യപ്പച്ചൻ്റെയും പേരുകൾ തമ്മിൽ കൂട്ടിക്കൊഴിക്കണത്? എന്തെങ്കിലും ബന്ധമുണ്ടോ അവർ തമ്മിൽ? പിന്നെന്തിനാ വെറുതെ? ചേച്ചി കച്ചേരിക്ക് വരുന്നുണ്ടോ ഇല്ലയോ? എല്ലാ ചെലവും ഞാൻ നോക്കിക്കോളാം. എൻ്റെ കാറിൽ കയറി തിരിച്ച് ഇവിടെ കൊണ്ടുവിടും. ഞാനില്ല, എമിലി തീർത്തു പറഞ്ഞു. ചേച്ചി ഒരു പ്രാവശ്യം ഡാനിസിനെ കണ്ടാൽ മതി, ചേച്ചിയുടെ എല്ലാ ദേഷ്യവും മാറും. എനിക്കതിനോട് ദേഷ്യവും ഇല്ല, സ്നേഹവും ഇല്ല. ഞാൻ അവനെ ചേച്ചിക്ക് പരിചയപ്പെടുത്താം. ഞാൻ അവനോട് സംസാരിക്കാറുണ്ട്. നല്ല പെരുമാറ്റമായി ചേച്ചി. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? റെജീന വല്ലായ്മയോടെ എമിലിയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു. ഡാൻഡസ് സ്വന്തം മകനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ചേച്ചി ഒരിക്കലും അങ്ങനെ പറയില്ലായിരുന്നെന്ന് അവൾ ഓർത്തു. ഡാൻഡസിൻ്റെ എല്ലാ സംഗീത കച്ചേരിക്കും പോയി മുൻപന്തിയിൽ ഉണ്ടായേനെ. അഭിമാനം കൊണ്ടും സന്തോഷം കൊണ്ടും ചേച്ചിയുടെ കണ്ണ് നിറഞ്ഞേനെ. മനസ്സിലെങ്കിലും എൻ്റെ മോനെ എന്ന് വിളിച്ച് ചേച്ചി നിർവൃത്തി കൊള്ളുമായിരുന്നു. താൻ നൊന്ത് പ്രസവിച്ച മകനാണ് ഡാൻഡസ് എന്നറിയാതെ ചേച്ചി ഇപ്പോൾ അവനെ അവഗണിക്കുന്നതോർത്ത് റെജീനയ്ക്ക് വലിയ മനസ്താപം തോന്നി. ചേച്ചിയുടെ മനസ്സിൽ സ്വന്തം മകന് യാതൊരു സ്ഥാനവുമില്ല. അലിവും സ്നേഹവും വാത്സല്യവുമില്ല. അതെല്ലാം കാരക്കാട്ട് സൈമൺ തരകന് എൽസമ്മ എന്ന സ്ത്രീയിൽ ജനിച്ച അസുരവിത്തിന് വാരിക്കോരിക്കൊടുത്ത് സായുജ്യമടയുകയാണ് ചേച്ചി. എന്തൊരു വിരോധാഭാസം! തൻ്റെ മകൻ ആരാണെന്ന് സത്യമറിയാതെ ചേച്ചിയുടെ ആയുസ് തീരുന്നതോർത്തതോടെ റെജീനയ്ക്ക് കുറ്റബോധമായി. ചേച്ചിയോട് ഇനിയെങ്കിലും താൻ സത്യം പറയേണ്ടതല്ലേ? ലോകം മുഴുവൻ അറിയേണ്ടതല്ലേ? ശൗര്യക്കുട്ടി എന്ന അസുരജന്മത്തിനെ ഈ വീട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കിയിട്ട് പകരം ഡാൻഡസിനെ ഇവിടേക്ക് സ്വീകരിക്കേണ്ട സമയം ആസന്നമായി എന്ന് റെജീനയ്ക്ക് തോന്നി. പക്ഷേ അത് തുറന്നു പറഞ്ഞാൽ തൻ്റെ വിധി എന്താകും എന്ന ധർമ്മസങ്കടവും അവളെ അലട്ടുന്നുണ്ടായിരുന്നു. വൈകുന്നേരം റെജീന പോയി കഴിഞ്ഞ ശേഷം ശൗര്യക്കുട്ടി എമിലിയോട് ചോദിച്ചു, ആരുടെ എന്ത് കച്ചേരിയുടെ കാര്യമാണ് പറഞ്ഞെന്ന് കേട്ടത്? കാരക്കാട്ട് സൈമൺ തരകൻ്റെ ഇളയ മോൻ്റെ. അവനിപ്പോൾ വലിയ സംഗീതക്കാരനാ. വയലിൻ വായിക്കും, പാട്ടുപാടും. അങ്ങനെ. കച്ചേരി എന്നാണ്? അടുത്ത ഞായറാഴ്ച ടൗണിൽ എവിടെയോ ആണെന്ന്. എനിക്കതൊന്ന് കേൾക്കണമല്ലോ. വേറെ പണിയൊന്നുമില്ലേ നിനക്ക്? കേട്ടാൽ മാത്രം പോരമ്മ, എനിക്കത് കലക്കണം. വേണ്ടാദീനത്തിനൊന്നും പോകണ്ട. നീ ഇവിടെ അടങ്ങിയിരുന്നാൽ മതി. ഇപ്പം തന്നെ ഒരുപാട് കുഴപ്പങ്ങളായി. ഒരു സമാധാനവും ഇല്ല. അമ്മ, ഞാനത് കലക്കും. അത് മാത്രമല്ല, അവൻ എവിടെ പരിപാടി നടത്തിയാലും ഞാൻ കലക്കും. നിനക്ക് എന്തിൻ്റെ കേടാ ശൗരി? അങ്ങോട്ട് പോയി വഴക്ക് വിലയ്ക്ക് വാങ്ങണോ? അമ്മ, അവൻ കാരക്കാട്ട് സൈമൺ തരകൻ്റെ കുടുംബത്തിലെ അംഗമാണോ? അവനെ ഞാൻ ഇരുത്തിക്കളയും. എൻ്റെ മോനെ, നീ ഒന്നും പറയണ്ട. ഞാനതിനു വേണ്ടിയാ തിരിച്ചു വന്നത്. സൈമൺ തരകനെ മാത്രമല്ല, അവരെ ഓരോന്നിനെ തകർക്കാൻ. എമിലിക്കും പേടിയായി. ശൗര്യക്കുട്ടിയും രണ്ടും കൽപ്പിച്ച മട്ടിൽ മുറിവിട്ടിറങ്ങി. ആലപ്പുഴ ചുങ്കം മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ചായിരുന്നു ഡാൻഡസിൻ്റെ വയലിൻ കച്ചേരി നടത്താൻ നിശ്ചയിച്ചിരുന്നത്. സൈമൺ മുതലാളിയുടെ വീട്ടിലേക്ക് അറക്കൽ ചാർലി സേവ്യറും കുടുംബവും മുൻപേ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് അവരെല്ലാം കൂടി ഒരുമിച്ച് മുനിസിപ്പൽ ടൗൺ ഹാളിലേക്ക് പോകാനാണ് പരിപാടി. വയലിൻ കച്ചേരിയും ഗാനമേളയും ഒന്നിച്ചാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വയലിൻ കച്ചേരിക്കിടയിൽ ഗാനമേള ട്രൂപ്പിൻ്റെ പാട്ടുകളും ഉണ്ടാകും. എല്ലാം കൂടി 3 മണിക്കൂർ. 7:30 മണിക്ക് തുടങ്ങിയാൽ 10:30 പരിപാടി അവസാനിക്കാൻ പാകത്തിലാണ് എല്ലാം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ചാർലി സേവ്യറിനോടൊപ്പം സോണിയ റോസ് മാത്രമല്ല, അവളുടെ സഹോദരന്മാരും കാരക്കാട്ട് ബംഗ്ലാവിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട്. വൈകുന്നേരത്തെ ചായയ്ക്ക് ശേഷം ഡാൻഡസ് സോണിയ റോസിനെയും കൂട്ടി ബംഗ്ലാവിൻ്റെ പടിഞ്ഞാറുള്ള ബീച്ചിലേക്ക് പോയി. ബീച്ചിലൂടെ കൈകോർത്ത് നടക്കുന്നതിനിടയിൽ ഡാൻഡസ് പ്രേമപൂർവ്വം അവളോട് ചോദിച്ചു, ഞാനൊരു കലാകാരനല്ലായിരുന്നെങ്കിൽ എന്നോട് പ്രണയം തോന്നുമായിരുന്നോ? ഡാൻഡസിനെ സംഗീതവുമായി കണക്ട് ചെയ്യാതെ എനിക്ക് ഓർക്കാൻ പോലും വയ്യ. അവൾ പറഞ്ഞു, വേറൊരു രീതിയിൽ ഇമാജിൻ ചെയ്ത് നോക്ക്. സപ്പോസ് ഞാനൊരു ഫിഷർമാൻ ആയിരുന്നെങ്കിലോ? വലിയൊരു ഫിഷിംഗ് ബോട്ടിൻ്റെ ഓണർ, അല്ലെങ്കിൽ ഒരു ഫാക്ടറി ഓണർ, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഫിനാൻഷ്യൽ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ. എന്നാലോ ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടില്ലായിരുന്നു. അവൾ സത്യം തുറന്നു പറഞ്ഞു. അപ്പോൾ എന്നെയല്ല, എൻ്റെ വയലിനെയാണ് നീ സ്നേഹിക്കുന്നത്. ഡാൻഡസ് പരിഭവപ്പെട്ടു.
ഡാൻഡസ് എന്ന കലാകാരനോടാ എനിക്ക് പ്രേമം. ഡാൻഡസിൻ്റെ രൂപവും സ്വഭാവവും മറ്റു ഫീച്ചേഴ്സും എല്ലാം വയലിനുമായിട്ട് ലയിച്ചു ചേർന്നിരിക്കുക. ഒരാളുടെ നന്മകളും കഴിവുകളും കണ്ടിട്ടല്ലേ നമുക്ക് ഇഷ്ടം തോന്നി തുടങ്ങുന്നത് പോലും. ഡാൻഡസ് ഇറച്ചിക്കോഴികളെ വിൽക്കുന്ന ഒരു കച്ചവടക്കാരനായിരുന്നെങ്കിൽ എനിക്ക് പ്രേമം തോന്നുമോ? ഇല്ല. സൈക്കിളിൽ മീൻ വിറ്റ് നടക്കുന്ന ഒരാളാണെങ്കിൽ എനിക്കിഷ്ടമുണ്ടാകുമോ? ഒരിക്കലുമില്ല. അപ്പോൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നതോ? നീ കലാകാരിയല്ല, സ്പോർട്സ് താരമല്ല. എന്ത് സവിശേഷത കണ്ടിട്ടാ എനിക്ക് പ്രേമം തോന്നിയത്? ഒരു കടങ്കഥ ചോദിക്കുന്ന കുസൃതിയായിരുന്നു ഡാൻഡസിൻ്റെ മുഖത്ത്. ആണിന് പെണ്ണിനെ സ്നേഹിക്കാൻ അവളൊരു നല്ല പെണ്ണായിരുന്നാൽ മാത്രം മതി. അത് കേട്ട് ഡാൻഡസ് പൊട്ടിച്ചിരിച്ചു. നല്ല മറുപടി, എനിക്കിഷ്ടപ്പെട്ടു. കടലിൻ്റെ വക്കിലെത്തി അവർ നിന്നു. കടൽ കാറ്റേറ്റ് അവളുടെ മുടിയിഴകൾ അവൻ്റെ മുഖത്തേക്ക് പാറി വീണ് അവൻ്റെ കവിളുകളെ തഴുകി. അതിൻ്റെ മൃദുലതയും മണവും അവനിഷ്ടമായി. ഡാൻഡസിൻ്റെ ശത്രു വലിയ പ്രശ്നക്കാരനായിട്ട് വരുന്നെന്ന് കേട്ടല്ലോ. സോണിയ റോസ് കൺകോണിലൂടെ അവനെ നോക്കി. എൻ്റെ ശത്രുവോ? ആര്? ശൗരി. അവനെങ്ങനെയാ എൻ്റെ ശത്രുവാകുന്നേ? എന്നെ തട്ടിക്കൊണ്ട് പോകാനിരിക്കുന്ന ആൾ ഡാൻഡസിൻ്റെ ശത്രുവല്ലേ? അവൻ അഹങ്കാരം കൊണ്ട് വീരവാദം മുഴക്കിയത് സോണി ഇപ്പോഴും മനസ്സിൽ വെച്ചിരിക്കുകയാണോ? വീരവാദമായിരിക്കും. എന്നാലും എന്നോട് അങ്ങനെ പറഞ്ഞയാൾ ഡാൻഡസിൻ്റെ ശത്രു തന്നെയാ. ഞാൻ അവനെ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല. അവനവൻ്റെ ജോലി നോക്കി ജീവിക്കുന്നു. ഞാൻ എൻ്റെ കാര്യം നോക്കുന്നു. ഞങ്ങൾ തമ്മിൽ ഒരിടത്തും കൂട്ടിമുട്ടേണ്ട ആവശ്യം പോലുമില്ല. ഞങ്ങളുടെ ജീവിതവും അതിൻ്റെ സ്ഥല കാലങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എനിക്കവനെ പേടിയുണ്ടിട്ടോ. എന്തിന്? എന്നെ കല്യാണം കഴിക്കുമെന്ന് ത്രട്ടൻ ചെയ്തിരിക്കുവല്ലേ? ഛേ, ഒരു മനുഷ്യൻ എന്താ ആഗ്രഹിക്കാൻ പാടില്ലാത്തത്? ആഗ്രഹിക്കാം, പക്ഷേ ആരും പറയാൻ ധൈര്യപ്പെടില്ലല്ലോ. അയാൾ പറഞ്ഞു. പതിയെ പറഞ്ഞതല്ല, വെല്ലുവിളിക്കുന്ന പോലെ പറഞ്ഞു. എന്നെ എവിടെ വെച്ചൊക്കെ കണ്ടോ അപ്പോഴെല്ലാം പറഞ്ഞു. വിവരക്കേട് അല്ലാണ്ടെന്താ? ഡാൻഡസ് വിളിയുടെ ടോൺ മാറിയത് കണ്ട് ഡാൻഡസ് അവളെ സൂക്ഷിച്ചു നോക്കി. അയാൾ സൈമൺ അങ്കിളിൻ്റെ മകനല്ലേ? ഡാൻഡസിന് ഒരു അപമാനം തോന്നി. എനിക്കറിഞ്ഞുകൂടാ. ഡാൻഡസ് മുഖം തിരിച്ചു. എല്ലാവർക്കും അറിയാം, എൻ്റെ പപ്പയ്ക്ക് പോലും അറിയാം, സോണിയ റോസ് പറഞ്ഞു. ആളുകൾ അങ്ങനെ പലതും പറയുന്നുണ്ട്. അതെല്ലാം സത്യമാകണമെന്നില്ല. ഒരു നാട് മുഴുവൻ അങ്ങനെ പറയുമ്പോൾ അതിലെന്തെങ്കിലും സത്യമുണ്ടാവില്ലേ? ഞാനതേപ്പറ്റി ചിന്തിക്കാറില്ല. മനഃപൂർവ്വം ചിന്തിക്കാത്തതാ. ഒരിക്കൽ ഞാൻ കുട്ടിയായിരുന്നപ്പോൾ അവൻ തന്നെ എന്നോട് പറഞ്ഞു, അവനും എൻ്റെ അപ്പൻ്റെ മകനാണെന്ന്. ചിലപ്പോൾ സത്യമായിരിക്കാം. എനിക്കതാണ് പേടി. നീ എന്തിനു പേടിക്കുന്നു? നിന്റെ സമ്മതമില്ലാതെ അവന് നിന്നെ കല്യാണം കഴിക്കാൻ പറ്റുമോ? അതാണ് പേടി. സൈമൺ തരകൻ്റെ മകനല്ലേ അവനും? എന്തിനും പോന്ന ആളല്ലേ ഡാൻഡസിൻ്റെ പപ്പ? ഈ പ്രായത്തിലും അദ്ദേഹത്തെ കണ്ടാൽ എന്തൊരു കമാൻഡിങ് പവറാണ്. പപ്പ അങ്ങനെയായത് അതിനുള്ള പിൻബലം ഉണ്ടായിരുന്നത് കൊണ്ട്. സ്വത്ത്, പാരമ്പര്യം, അധികാരം, മനക്കരുത്ത്, ആൾബലം, സ്വാധീനം എല്ലാം ഉണ്ട് പപ്പയ്ക്ക്. ശൗരിക്കോ? ആ പപ്പയുടെ മകനല്ലേ? സ്വത്തും ബന്ധുബലവും ഒഴികെ എല്ലാം അവനും കിട്ടിയിട്ടില്ലേ പപ്പയുടെ കയ്യിൽ നിന്ന്? ആ വിഷയം നീ വിട്ടുകള. എനിക്കത് ചിന്തിക്കാൻ പോലും താല്പര്യമില്ല. ഡാൻഡസ് പെട്ടെന്ന് കടലിൻ്റെ നേർക്ക് പുറംതിരിഞ്ഞു നടന്നു. അവന് നീരസമായെന്ന് സോണിയ റോസ് ഊഹിച്ചു. അവൾ പിന്നാലെ ചെന്ന് അവൻ്റെ കരം ഗ്രഹിച്ചു. പിണങ്ങിയോ എന്നോട്? എന്തിന്? ഞാൻ എൻ്റെ പേടി കണ്ട ഓരോന്നും ചോദിക്കുകയും പറയുകയും ചെയ്യുന്നേ. ഇനിയില്ല. അവർ തിരികെ ചെല്ലുന്നത് നോക്കി എൽസമ്മയും അറക്കൽ ചാർലിയുടെ ഭാര്യയും ടെറസിൽ നിൽപ്പുണ്ടായിരുന്നു. എന്ത് ഭംഗിയാണല്ലേ രണ്ടുപേരും കൂടി ഇണങ്ങിക്കൂടി നടന്നു വരുന്നത് കാണാൻ. എൽസമ്മ പറഞ്ഞപ്പോൾ മെറ്റയാൾ തലയാട്ടി. ഒന്നുകൂടെ നിറവും പൊക്കവും. ഡാൻഡസിന്. എനിക്ക് തോന്നുന്നത് സോണിക്കാ നിറക്കൂടുതലെന്ന. എൽസമ്മ സംശയം പ്രകടിപ്പിച്ചു. അവർ രണ്ടുപേരും കല്യാണത്തിനുള്ള ഡ്രസ്സൊക്കെ അണിഞ്ഞ് ഒരുങ്ങി പള്ളിയിൽ നിൽക്കുന്നത് ഒന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. രാജകുമാരനും രാജകുമാരിയും പോലെ ഇരിക്കും. ശരിയാ, എൽസമ്മയും അത് മനക്കണ്ണിൽ കണ്ടു. ഇത്രയും ചേരുന്ന ഒരു ജോഡി വേറെ ഉണ്ടാവില്ല. അവർക്കുണ്ടാകുന്ന മക്കളോ സുന്ദരക്കുട്ടന്മാരും സുന്ദരിക്കുട്ടികളുമായിരിക്കും. അമ്മമാർ രണ്ടുപേരും സ്ത്രീകളുടേതായ സഹജവാസനയ്ക്കൊപ്പിച്ചുള്ള മനോരാജ്യങ്ങളിൽ സങ്കല്പങ്ങൾ മെനഞ്ഞു വെച്ച് ഭംഗി ആസ്വദിച്ചു. സോണിയ റോസും ഡാൻഡസും തിരിച്ചെത്തി. ഡാൻഡസ് സോണിയയെ സ്ത്രീകളുടെ കൂടെ വിട്ട് സംഗീത നിശയ്ക്കുള്ള ഒരുക്കങ്ങൾക്കായി തൻ്റെ മുറിയിലേക്ക് പോയി. മുനിസിപ്പൽ ടൗൺ ഹാൾ ബഹുവർണ്ണ വൈദ്യുത ദീപമാലകളാൽ അലങ്കൃതമായിരുന്നു. ടൗൺ ഹാളിൻ്റെ വിശാലമായ അങ്കണവും ഹാളിൻ്റെ ഉൾത്തളവും
സ്റ്റേജിന് മുന്നിൽ അണിയറയിൽ വയലിൻ കച്ചേരിക്കും ഗാനമേളയ്ക്കും വേണ്ട ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. കർട്ടൻ താഴ്ത്തിയിട്ടിരിക്കുകയാണ്. അറക്കൽ കുടുംബത്തിലെയും കാരക്കാട്ട് കുടുംബത്തിലെയും അംഗങ്ങൾ സ്റ്റേജിന് മുന്നിലുള്ള കസേരകളിൽ തന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു. ഡാൻസിൻ്റെ എല്ലാ പ്രോഗ്രാമിനും എന്ന പോലെ സോണിയ റോസ് ഇത്തവണയും ഏറ്റവും മുന്നിലെ കസേരയിൽ തന്നെയുണ്ട്. അതെല്ലാം മുൻകൂട്ടി റിസർവ് ചെയ്തിരിക്കുന്നതാണ്. കർട്ടനപ്പുറത്ത് നിന്ന് സംഗീത ഉപകരണങ്ങൾ പൊഴിക്കുന്ന ചെറിയ സ്വരശകലങ്ങൾ മൈക്കിലൂടെ വരുന്നുണ്ട്. വയലിൻ കച്ചേരി ഉടൻ തന്നെ ആരംഭിക്കാൻ പോവുകയാണെന്ന അറിയിപ്പ് ഉച്ചഭാഷിണിയിലൂടെ മുഴങ്ങി. സോണിയ റോസ് ഒന്നിളകിയിരുന്നു. എന്നിട്ട് പിന്തിരിഞ്ഞു നോക്കി. തൻ്റെ കുടുംബാംഗങ്ങളും ഡാൻസിൻ്റെ കുടുംബാംഗങ്ങളും സംസാരിച്ചുകൊണ്ട് പിൻനിരകളിലെ കസേരകളിലിരിക്കുന്നത് അവൾ കണ്ടു. അതിനും പിന്നിൽ ഇരുന്ന ഒരാൾ മുന്നോട്ടാഞ്ഞ് അവളെ തുറിച്ചു നോക്കി. സോണിയയുടെ നെഞ്ചിലൂടെ ഒരിടിവാൾ പൊളഞ്ഞുപോയി. ശൗര്യക്കുട്ടിയായിരുന്നു അത്. ഡാൻഡസ് സൈമൺ അവതരിപ്പിക്കുന്ന വയലിൻ കച്ചേരി ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുകയാണെന്ന അറിയിപ്പ് ഉച്ചഭാഷിണിയിലൂടെ വീണ്ടും മുഴങ്ങി. സോണിയ റോസ് പിന്നിലേക്ക് ഒന്നുകൂടി പാളി നോക്കി. ശൗര്യക്കുട്ടി തന്നെ. തൻ്റെ നേർക്കാണ് നോട്ടം. അവളുടെ പാത മുതൽ നെറുക വരെ വിറയിൽ പടർന്നു. കർട്ടൻ ഉയർന്നതും ഹാളിൽ നിറഞ്ഞു തിങ്ങിയ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് വലിയ നിലവിളി ഉയർന്നു. അതോടൊപ്പം കർട്ടനും ഉയർന്നു. വേദിക്ക് തൊട്ടു മുന്നിൽ ഒരു പടക്കം പൊട്ടി. വെടിമരുന്നിൻ്റെ ഗന്ധമുള്ള രൂക്ഷമായ പുക മുൻനിര സീറ്റുകളെയും വേദിയിലുള്ളവരെയും മൂടി. പാമ്പ്, പാമ്പ് എന്ന നിലവിളി സദസ്സിൽ പലയിടത്ത് നിന്നായി ഉയർന്നു. തുടർന്ന് അത് കൂട്ട നിലവിളിയായി. ആളുകൾ നാലുപാടും ചിതറിയോടി. രണ്ട് കൈകൊണ്ടും പുക വകഞ്ഞു മാറ്റിക്കൊണ്ട് സോണിയ റോസ് മറ്റുള്ളവരെ നോക്കി. അവളുടെ കാഴ്ചയെ മറച്ചുകൊണ്ട് ശൗര്യയുടെ രൂപം മുന്നിൽ നിൽക്കുന്നത് അവൾ കണ്ടു. പെട്ടെന്ന് ലൈറ്റുകൾ അണഞ്ഞു. ഹാളിൽ കൂറ്റാക്കൂറ്റിരുട്ടായി. അവിടെ നിലവിളികളും അലർച്ചകളും പേരെടുത്തുള്ള വിളിയൊച്ചകളും പിടിവിട്ടുപോയവരെ വിളിച്ചുള്ള കരച്ചിലുകളും ഇടതടവില്ലാതെ കേട്ടു. ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ സോണിയ റോസ് ആരുടെയോ ദേഹത്ത് തട്ടി വീണു. നിലത്ത് വീണ അവളുടെ ദേഹത്തേക്ക് 2 or 3 പേർ കൂടി വീണു. അവളുടെ കാലുകളിൽ ചവിട്ടിക്കൊണ്ട് ആരൊക്കെയോ ഓടിപ്പോയി. ആരോ നിലത്ത് നിന്ന് തന്നെ എടുത്തുയർത്തുന്നത് പോലെ അവൾക്ക് തോന്നിയതോടൊപ്പം ബോധവും മറിഞ്ഞു. മൊബൈൽ ടോർച്ചുകൾ പ്രകാശിപ്പിച്ചുകൊണ്ട് കരുത്തുള്ള പുരുഷന്മാർ ഹാളിലൂടെ അങ്ങിങ്ങ് ഓടുന്നുണ്ടായിരുന്നു. ആരും ഓടരുത്. എല്ലാവരും അവരവർ നിൽക്കുന്ന സ്ഥാനങ്ങളിൽ തന്നെ നിൽക്കുക. ആരോ ഇരുട്ടിൽ നിന്ന് ഉറക്കെ വിളിച്ചലറി. ഹാളിലുണ്ടായിരുന്നവരിൽ പകുതിയിലേറെയും പുറത്തെത്തി കഴിഞ്ഞിരുന്നു. രണ്ടും കൽപ്പിച്ച് കസേരകളിൽ അള്ളിപ്പിടിച്ചിരുന്നവർ വലിയ കേടുപാടുകളില്ലാതെ അവശേഷിച്ചു. ഓടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ നിലത്ത് വീണും മറ്റുള്ളവർ ചവിട്ടി മെതിച്ചും പരിക്ക് പറ്റിയവരെ ഓരോരോ വാഹനങ്ങളിൽ കയറ്റി അപ്പോൾ തന്നെ ഹോസ്പിറ്റലുകളിലേക്ക് നീക്കം ചെയ്തു. വൈദ്യുതി പുനഃസ്ഥാപിക്കാനും ഹാളിൽ നിന്ന് എല്ലാവരെയും പുറത്തെത്തിക്കാനും ഏകദേശം 1 മണിക്കൂറോളം എടുത്തു. സോണിയ റോസിനെ തിരക്കി അറയ്ക്കൽ ചാർലി സേവിയറും ആൺമക്കളും ഹാളിലും കോമ്പൗണ്ടിലും അങ്ങിങ്ങു പാഞ്ഞു നടന്നു. ഹോസ്പിറ്റലിലേക്ക് ആരെങ്കിലും കൊണ്ടുപോയോ എന്നറിയാൻ വിവിധ ഹോസ്പിറ്റലുകളിലേക്കും വീട്ടുകാർ തിരക്കിപ്പോയി. അവിടെ ഒരിടത്തും സോണിയ റോസിനെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. സോണിയ റോസ് കണ്ണു തുറന്നത് ആകാശത്തേക്കായിരുന്നു. ആകാശത്ത് തീപ്പൊരി ചിതറിയതുപോലെ നക്ഷത്രങ്ങൾ. നിലാവെട്ടമില്ല. ക്രമേണ സംഭവങ്ങളുടെ ചരടിൽ പിടുത്തം കിട്ടി. രാത്രി ടൗൺ ഹാളിൽ ഡാൻഡസ് സൈമന്റെ സംഗീത പരിപാടി നടക്കുമ്പോൾ വലിയ ബഹളമുണ്ടായതും ആളുകൾ പരക്കം പാഞ്ഞതും താൻ വീണുപോയതും ആളുകൾ തന്നെ ചവിട്ടി മെതിച്ചതും അവൾ ഓർത്തു. പിന്നെ ഒന്നും ഓർമ്മയില്ല. എവിടെയാണ് താൻ? വീണെടുത്ത് തന്നെ കിടക്കുകയാണോ? എല്ലാവരും ഓടി രക്ഷപ്പെട്ടുവോ? തന്നെ അന്വേഷിക്കാനോ രക്ഷിക്കാനോ ആരും വന്നില്ലേ? എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. ടൗൺ ഹാളിൽ തന്നെ വീണ് കിടക്കുകയാണെങ്കിൽ ആകാശം കാണുന്നതെങ്ങനെ? കടലിൻ്റെ ഇരമ്പം, തണുത്ത കാറ്റ്. എവിടെയാണ് താൻ? തലതിരിച്ചു നോക്കിയപ്പോൾ ചുറ്റും ആഴം കുറഞ്ഞ ഇരുട്ട്. ഒരു കാഴ്ചയും വ്യക്തമല്ല. എങ്കിലും ചില രൂപരേഖകൾ കാണാനുണ്ട്. കടപ്പുറത്താണ് കിടക്കുന്നത്, ഒറ്റയ്ക്ക്. അവളുടെ പാദം മുതൽ നെറുക വരെ ഒരു നടുക്കവും വിറയലും കടന്നുപോയി. അവൾ ഞെട്ടി എണീറ്റിരുന്നു. ഒരു പ്ലാസ്റ്റിക് ഷീറ്റിലാണ് കിടന്നത്. ആരാണ് തന്നെ കടപ്പുറത്ത് കൊണ്ടുവന്നത്? ആലപ്പുഴ ബീച്ചാണോ ഇത്? കടലിൻ്റെ ഇരുണ്ട പരപ്പ് അവൾ അല്പം ദൂരെ കണ്ടു. തിരകൾ അലയടിക്കുന്ന ശബ്ദം. ദൂരെ കൂടി പോകുന്ന ബോട്ടുകളിലെയും വള്ളങ്ങളിലെയും വൈദ്യുത ദീപ ബിന്ദുക്കൾ. ഇതെങ്ങനെ താൻ കടപ്പുറത്തെത്തി? ആര് കൊണ്ടുവന്നു? എന്തിന് കടപ്പുറത്ത് കൊണ്ടുവന്നു? കൊണ്ടുവന്നവർ എവിടെ പോയി? തനിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ആരെങ്കിലും തന്നെ മാനഭംഗപ്പെടുത്തിയോ? നാനാവിധമായ പേടികളിൽ അവൾ വിറ പൂണ്ടിരുന്നു. കാണാവുന്ന ദിക്കിലെങ്ങും
ഒരു തരി വെളിച്ചമില്ല. വീടുകളോ മനുഷ്യരെയോ കാണാനില്ല. കടപ്പുറവും കടലും മാത്രം. പെട്ടെന്ന് അവൾക്ക് കരച്ചിൽ വന്നു. സോണിയ റോസ്! എവിടെ നിന്നോ ഒരു പതിഞ്ഞ വിളിയൊച്ച. അവൾ പകച്ച് തലതിരിച്ചു നോക്കി. താൻ ഇരിക്കുന്നതിന് കുറേ പിന്നിലായി ഒരു മനുഷ്യരൂപം നിവരുന്നു, എഴുന്നേൽക്കുന്നു. പേടി കൊണ്ട് അവൾ ബോധം കെട്ട് വീഴുമെന്ന നിലയിലായി. അടുത്ത ഭാഗം നാളെ.